തുടർന്ന് 10 വർഷക്കാലമായിട്ട് LDF ആണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ ഇലക്ഷൻ ഉടനെ വരികയാണ്. എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് നമുക്കറിയാം. ഏത് ഭരണമാണ് ജനങ്ങൾക്ക് വേണ്ടത്, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ ഭരണത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. 10 വർഷമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. നമുക്കിനി ഒരു തുടർ ഭരണം ആവശ്യമുണ്ടോ? നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ഇനി ആരാണ് ഭരണത്തിൽ വരുന്നത്? ജനങ്ങൾ മൊത്തത്തിൽ അവർ തീരുമാനിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. നല്ലതാണെന്നുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കും. ഞാനായിട്ട് ഇനി വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിനി വെറുതെ നമ്മളൊരു പാർട്ടി വൈരാഗ്യം ഉണ്ടാക്കുന്നതെന്ന് വ്യക്തിവേല. എന്തൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യം? ജനങ്ങളുടെ ആവശ്യം ഒരുപാടുണ്ട്. കാരണം റോഡ് മൊത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇടറോഡുകളെ മൊത്തം വെട്ടി കൊഴിച്ച് നാശമാക്കിയിട്ടൊക്കെയാണ്. വണ്ടിയാണെങ്കിൽ ഓടിക്കഴിഞ്ഞാൽ 2 ആഴ്ച പോലും ഓടാക്കില്ല. പണി ചെയ്തതിന്റെ അങ്ങനെ വലിയ റോഡുകളിലും സിറ്റിക്കകത്ത് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ചെയ്തിട്ടേക്കുന്നത് വണ്ടി പോകാൻ വേണ്ടി. ബാക്കി എല്ലായിടത്തും വലിയ വലിയ കുഴികളാണ്. അതെല്ലാം ഇങ്ങനെ പാച്ച് വർക്ക് ഒട്ടിച്ചൊട്ടിച്ച് അതെല്ലാം റോഡിന്റെ ലെവലേ മാറിയിരിക്കാൻ ചാടിയേ പോകത്തുള്ളൂ. എന്നിട്ട് അവിടെ വലിയ വലിയ മെയിൻ റോഡിന്റെ കുഴികളുണ്ട്. ഇതിലെല്ലാം വീണാണ് വണ്ടി പോകുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് ഓടാക്കൂല. മെയിൻ റോഡിൽ പോലും ഓടാക്കൂല. ചില സിറ്റിക്കകത്ത് മാത്രം സ്റ്റാച്ചു, പിള്ള അമ്പലം, പാളയം അവിടെയൊക്കെ മാത്രമേ നല്ല റോഡുകളുള്ളൂ. ബാക്കി എല്ലായിടത്തും എല്ലാം മോശമാക്കി കിടക്കും. റീടാറിംഗ് ഒന്നും ചെയ്യുന്നില്ല. എല്ലാം മൊത്തം പേച്ച് വർക്ക് ഒട്ടിച്ചൊട്ടിച്ചാണ് പോകുന്നത്. പിന്നെ ഇടറോഡുകൾ മൊത്തം പറയണ്ട, എല്ലാം വയൽ കണ്ടം ഉഴുതിട്ടേക്കും പോലെ ഇട്ടേക്കും. ഇതാണ് റോഡിന്റെ. ഇതൊക്കെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ. പൊതുവായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സാമ്പത്തികമായിട്ട് നമുക്ക് ഭക്ഷണം ഇതൊക്കെ ഇതിന് പുറമെ സഞ്ചാരയോഗ്യമായ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകണമെങ്കില എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് ഇറങ്ങി പോകണമെങ്കിൽ പെട്ടെന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് വണ്ടി വിളിച്ചാൽ തന്നെ അവിടെ ചെല്ലുന്നില്ല ഇടറോഡുകൾ ആരും. ഇതാണ് സാഹചര്യം. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ജനങ്ങൾ നല്ല രീതിയിൽ അതാണെന്നുള്ള തീരുമാനിച്ചെടുക്കും. ഭരണമാറ്റം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണമാറ്റം വരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് ആയിരിക്കും വരുന്നത്. കോൺഗ്രസ് വരാനാണ് സാധ്യതയുള്ളത്. ഇനിയിപ്പോ 10 കൊല്ലം ഇവർ ഭരിച്ച സ്ഥിതിക്ക് ഇനി ഇവർക്ക് തന്നെ വോട്ട് ജനങ്ങൾ കൊടുക്കുമെന്ന് നോക്കണ്ട. അതുകൊണ്ട് കോൺഗ്രസ് ആയിരിക്കും ഭരിക്കാൻ വരുന്നത്. സാധാരണക്കാർക്ക് എന്താണ് ആവശ്യം? നമുക്ക് ഓട്ടോറിക്ഷയെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാക്സ്, ഫയന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വരുന്നുണ്ട്. പിന്നെ പെട്രോളിന്റെ വില, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉള്ള വില, ഇതെല്ലാം കൂടിയല്ലേ വരുന്നത്. അതൊക്കെ തന്നെയാണ്. ഇനി അത് നമ്മളിന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അറിയാം. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയാം. അത് കണക്കാക്കിയായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. തുടർ ഭരണം വേണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. കാരണം ഒരു മാറ്റം വേണം എല്ലാത്തിനും. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. 10 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം ഒരുപാടുണ്ട്. ഇനിയും ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മുമ്പോട്ട് പോകുന്ന ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് ഒരു ഭരണമാറ്റം വേണം. സാധാരണക്കാർക്ക് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന രീതിയിൽ പുതിയൊരു സർക്കാർ വരട്ടെ. മാറ്റങ്ങൾ മാറി വന്നാലല്ലേ ജനങ്ങൾക്ക് പോയുള്ളൂ. അല്ലാതെ എല്ലാ കാലവും ഒരാൾ ഭരിച്ചിട്ട് കാര്യമില്ല. ഒരു മാറ്റം വേണം. ഭരണമാറ്റം ആവശ്യം തന്നെ. കറണ്ട് ബില്ല്, പൈപ്പ്, ഇത് കരം, ഇതൊക്കെ ഇപ്പൊ ഇവര് കൂട്ടി. ഒരു സാധനങ്ങളും ഇല്ല. എണ്ണ എല്ലാം ആഹാര സാധനങ്ങൾ എല്ലാം വില കൂടുതൽ തന്നെ. നമ്മൾ ടാക്സി ഓട്ടിക്കുന്നതാ. ഇങ്ങനെ ടാക്സും ഇൻഷുറൻസ് ഇതൊക്കെ നേരത്തെ നിന്ന് ഭയങ്കര 10 കൊല്ലം കൊണ്ട് 5 കൊല്ലം കുഴപ്പമില്ലായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോഴേ കൈയിട്ട് പറഞ്ഞതാ. നമ്മളെ പാവപ്പെട്ട തൊഴിലാളികളെ എങ്ങനെ വഞ്ചിക്കാം ആ രീതിയാണ് അവർ കാണിക്കുന്നത്. ഇപ്പം തന്നെ ഈ ക്ഷേമനിധി പെൻഷൻ, ഈ ക്ഷേമനിധിയുടെ എമൗണ്ട് കൂട്ടിയത് ഭരണം മാറണം. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഞാനൊരു മോട്ടാർ എടുത്തു. ഞാൻ എടുത്തിട്ട് 4 കൊല്ലമേ ഉള്ളൂ. ഇത് ആദ്യം ഇരുന്ന മോട്ടാർ എടുത്ത ടാക്സി ആയിരുന്നു. ക്ഷേമനിധി എന്ന് പറഞ്ഞ് ഈ മാസം നമ്മൾ ലൈഫ് ടാക്സ് വണ്ടിയാണ്. ക്ഷേമനിധി എന്ന് പറഞ്ഞ് ഇപ്പം പറഞ്ഞിരിക്കണം, ആ മൊത്തം പിടിക്കണം 16,205 രൂപ പലിശ ഉൾപ്പെടെ എൻ്റെ ഒന്ന് പിടിച്ച് ഇന്നലെ മോളെ കമ്മല് പണയം വെച്ചാണ് ഞാൻ പോയി അടച്ച് വണ്ടി ടെസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ സർക്കാർ ഇരുന്നാൽ ഇനിയും നമ്മൾ ആത്മഹത്യ അല്ലെങ്കിൽ തെണ്ടേണ്ടി വരും. ഇത് ഇറങ്ങിപ്പോയി വേറെ ഏത് സർക്കാർ വന്നാലും കുഴപ്പമില്ല. 10 വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് LDF ആണ് ഭരിക്കുന്നത്. വിലക്കയറ്റം ഉണ്ട്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയൊരു പുതിയ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. UDF സർക്കാർ വരണമെന്നാണോ ആഗ്രഹം? എന്താണ് ഈ തുടർ ഭരണം തന്നെ വേണമെന്നാണോ ആഗ്രഹം? ഒരു മാറ്റം വരണം. തുടർ ഭരണം അല്ലാതെ ഒരു മാറ്റം വരണം. അടുത്ത ഒരു സർക്കാർ മാറി വരണമെന്നാണ് എന്റെ അഭിപ്രായം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഇപ്പൊ കിട്ടാത്തതായിട്ടുള്ളത്? നമ്മളിപ്പം വന്നിട്ട് മോട്ടോർ തൊഴിലാളികളെ ഏറ്റവും ഉപയോഗിച്ചിട്ടൊരു വ്യക്തിയാണ്. നമ്മളിപ്പോ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ക്ഷേമനിധി അടയ്ക്കണം. ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയായി മോട്ടോർ തൊഴിലാളികളെ ജീവിതം. ഈ സർക്കാർ വന്നതിന് ശേഷം
ഇപ്പൊ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഇപ്പൊ പുതിയ നിയമങ്ങൾ കൊണ്ടു ടാക്സിക്കാർക്ക് മാത്രമേ എല്ലാം ബാധകമുള്ളൂ, അല്ലാത്തവരൊക്കെ ബാധകമല്ല. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് ഇപ്പോൾ. ക്ഷേമനിധി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കേണ്ട കാര്യമില്ല. ഇത് ക്ഷേമത അടച്ചാലേ വണ്ടി ടെസ്റ്റ് ചെയ്യുള്ളൂ. മുമ്പ് വാങ്ങിച്ച വണ്ടി, പഴയൊരു വണ്ടി വാങ്ങിച്ചാൽ 15,000 20,000 അടയ്ക്കണം. വണ്ടി CF ചെയ്യണം. ഇതൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കാട് ഈ സർക്കാർ വന്നതിന് ശേഷം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചില്ല, എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഫുള്ളായിട്ട്. അതുകൊണ്ട് ഒരു ഭരണമാറ്റം ഇതിന് ആവശ്യമാണ്. ഇത് വരണം. ജനങ്ങളുടെ അഭിപ്രായം നമ്മൾ അറിഞ്ഞല്ലോ. ഇനിയൊരു തുടർ ഭരണം വേണ്ട എന്നാണ് ജനവികാരം. UDF ഗവൺമെന്റിന്റെ വരവിന് വേണ്ടി ജനങ്ങൾ കാക്കുകയാണ്. ഇനി എന്താണ് വരുന്ന നിയമസഭ ഇലക്ഷനിൽ ജനങ്ങൾ വിധി എഴുതുക എന്ന് നമുക്ക് കാണാം. ക്യാമറമാൻ അഖിൽ ദേവിനൊപ്പം അലീന SV.